ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് MBL എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പോൾ ഇതിന്റെ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങളായിട്ട് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള കുറച്ചുകൂടെ റിവാർഡ്സ് കുറച്ചുകൂടെ ഉള്ള ഓരോ ഗെയിംസിന്റെ എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിനകത്ത് ആദ്യം വന്നിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 200% ക്യാഷ് ബാക്ക് റിവാർഡ്സ് ആണ്. സോ ആ ഒരു സംഭവം നിങ്ങൾക്ക് കാണാനായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു റിവാർഡ്സ് കാര്യങ്ങളൊക്കെ 200%ലേക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളാരും അത് മിസ് ചെയ്ത് കളയരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ 200% ക്യാഷ് ബാക്ക് ആണ്. സോ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. എങ്ങനെ നമുക്ക് 200% ക്യാഷ് ബാക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുക. അപ്പൊ നമ്മൾ എത്രത്തോളം എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് അവര് ക്യാഷ് ബാക്ക് ലഭിക്കുക. സോ അതാണ് പരിപാടി എന്ന് പറയുന്നത്. സോ അങ്ങനത്തുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ അതായത് ഇത് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നമുക്ക് ആ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. ഓക്കെ, അപ്പം ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആ ഒരു റിവാർഡ്സിന്റെ അവിടെ ആയിട്ട് അവര് എമൗണ്ട് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ടുള്ള റിവാർഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആ ഒരു റിവാർഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ അടിപൊളിയാണ്, അത് മിസ് ചെയ്ത് കളയരുത്. നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അടിപൊളിയായിട്ട് നമുക്കത് പക്കയായിട്ട് നമുക്കത് റിസീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഒപ്പീനിയൻസ് ചെയ്തുകൊണ്ട് നമുക്ക് സംഭവം കിട്ടുന്നതായിരിക്കും. ഒപ്പീനിയൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസിനകത്തോട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഏതാണെന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒപ്പീനിയൻസിനനുസരിച്ച് നമുക്കത് കിട്ടുന്നുണ്ട്. സോ അതൊരു അടിപൊളി സംഭവമാണ്. പിന്നെ നമുക്ക് ഇതാണ് പറഞ്ഞത് നമുക്ക് ഒപ്പീനിയൻസ് എന്ന് പറയുന്നത്. അതായത് ഒപ്പീനിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വലിയ രീതിയിൽ തന്നെ ലഭിക്കുന്നുണ്ട്. സോ അതാണ് പരിപാടി എന്ന് പറയുന്നത്. സോ അടുത്തെന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഒരുപാടധികം ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഗെയിംസ് കാര്യങ്ങളൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആ ഒരു സംഭവം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ അതായത് നമുക്ക് 3 പ്രാവശ്യം 3 ടൈംസ് നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടും. 3 ടൈംസ് നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റും ഫ്രീ ആയിട്ട്. ടോട്ടലി ഫ്രീ ആണ്. 3 ടൈംസ് നിങ്ങൾക്ക് ഫ്രീ ആണ്, പക്കായിട്ട് ഫ്രീ ആണ്. അതായത് നമുക്ക് ഫ്രീ ആണ്. അതായത് നമുക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പരിപാടി കാര്യങ്ങൾ അതിനുള്ള സംഭവങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടോട്ടലി ഇതിനകത്ത് ഫ്രീ ആണ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. പക്കയായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഓരോരോ കാര്യങ്ങൾ അതായത് എങ്ങനെ നമുക്കത് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് വിൻ ചെയ്യാനുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് എങ്ങനെയാണ് ഇത് ട്രേഡ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനുള്ള സംഭവമാണ് അതെന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100x ക്രിക്കറ്റ് 100xന്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ഒരു വീഡിയോ ആണ്, ഒരു പ്രൊമോ വീഡിയോ കണക്കാണ് നിങ്ങളിപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 100x ആണ് ഈ പറയുന്ന 100x. അപ്പോൾ 100x നമുക്കത് ജയിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതാണ് ഈ പറയുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ്സിന് കാര്യങ്ങളും അതേപോലെ തന്നെ വേറെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഒരുപാടധികം ഗെയിംസ് കാര്യങ്ങൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ഏത് ഗെയിംസ് വേണമെങ്കിൽ അത് കളിക്കാനായിട്ട് വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ 100x എന്ന് പറഞ്ഞ ക്രിക്കറ്റ് 100x എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കയറിയ ശേഷം നമ്മൾ ഇതിനകത്ത് കോൺടെസ്റ്റിലേക്ക് ജോയിൻ ആവുകയാണ് വേണ്ടത്. ജോയിൻ ആയതിനു ശേഷമുള്ള പരിപാടികളാണ് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ആയതിനു ശേഷമുള്ള പരിപാടികളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ക്യാഷ് ഔട്ട് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 100xന്റെ ഒരു പരിപാടി കാണാനായിട്ട് വരുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ ഒരു അടിപൊളി സംഭവമാണിത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എമൗണ്ട് കയറിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സോ അടുത്തെന്ന് പറയുന്നത് നമുക്കിത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും
ഒപ്പീനിയന്റെ പരിപാടിയാണ്. പിന്നെ നമുക്ക് ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ, അതായത് ക്രിക്കറ്റ് 100x ഉണ്ട്, MPL ഒപ്പീനിയൻ ഉണ്ട്, MPL ഫാന്റസി ഉണ്ട്. ഈ 3 കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് പരിപാടി, അതായത് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ലൈവ് മാച്ച് അല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉള്ള സാധാരണ മാച്ച് അങ്ങനെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ 24/7 ആണ് നമുക്ക് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അടിപൊളിയാണ്, അതായത് മിസ് ചെയ്ത് ട്രൈ ചെയ്യണം, നിങ്ങൾ ട്രൈ ചെയ്യണം, ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. പിന്നെ നമുക്ക് ഇന്നത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫസ്റ്റ് പ്ലാറ്റ്ഫോം ആണ്. സേഫസ്റ്റ് പ്ലാറ്റ്ഫോം ആണ്, ഗെയിമിംഗ് സേഫസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ ഒരു MPL മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ സേഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അധികം പ്രശ്നങ്ങൾ ആരും വരുന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ കസ്റ്റമർ കെയർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഒരു സേഫസ്റ്റ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ലോബിയിൽ നിങ്ങൾക്ക് ഒരുപാടധികം ഗെയിംസ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും. മസ്റ്റ് ട്രൈ ഗെയിംസ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. മസ്റ്റ് ട്രൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ തന്നെയാണ്. കാരണം മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഗെയിംസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ. മസ്റ്റ് ട്രൈ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാണ്ട് വരുന്നതായിരിക്കും. ഒരുപാടധികം ഫാന്റസി ഗെയിംസ്, അതേപോലെ തന്നെ കാർഡ് ഗെയിംസ്, പിന്നെ ഒരുപാടധികം ഗെയിംസ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഗെയിംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു കാര്യങ്ങൾ ഏർണിങ്സ് ഉണ്ടാക്കാൻ വരുന്നതായിരിക്കും. പിന്നെ ഇതാണ് നമ്മളുടെ ആ ഒരു വിന്നറിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, വിന്നറിന് നമുക്ക് കിട്ടിയിരിക്കുന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ട്, ഒരു പോസ്റ്ററാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വിന്നേഴ്സിന് കിട്ടുന്ന ഒരു അടിപൊളി സംഭവം തന്നെയാണിത്. വിന്നേഴ്സിന് കിട്ടുന്ന ഒരു അടിപൊളി സംഭവം, അതിന്റെ ഒരു പ്രൂഫാണ്. നിങ്ങൾക്ക് ഉദാഹരണം ചിലപ്പോൾ അവനൊക്കെ പറ്റുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതാണ് അവരുടെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAMAI ഉണ്ട്, ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, അവരുടെ ഉണ്ട്. പിന്നെ ഷീൽഡ് ഉണ്ട്, ഓട്ടോണമസ് റിസ്ക് ഇന്റലിജൻസ് അതിന്റെ ഉണ്ട്. പിന്നെ ഓൾ ഇന്ത്യ ഗെയിമിംഗ് ഫെഡറേഷൻ AGF-ന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ ADL ആർത്തൂർ ഡി ലിറ്റിലിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ഇവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ FICCI അതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഐടെക് ലാബ്സിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ അതുകൂടെ തന്നെ ISOന്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവർക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. സോ MPL ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ എന്തായാലും നമ്മളെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് MPL ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ മാക്സിമം യൂസ് ചെയ്യാനായിട്ടൊക്കെ നോക്കുക. സോ ഇത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ. നമ്മളെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് കാണാൻ മതി. ഗുഡ് ബൈ.